ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ 3 കമ്പനിയുടെ സ്വിച്ചുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യത്തേത് ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന കമ്പനിയാണ്. ഗോൾഡ് മെഡൽ കമ്പനിക്ക് 2 മോഡലിലുള്ള AIR എന്ന് പറയുന്ന ബ്രാൻഡഡ് സ്വിച്ചുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് AIR മോഡുലാർ സ്വിച്ചുകളെന്നും രണ്ടാമത്തേത് AIR കർവ്ഡ് സ്വിച്ചുകളെന്നും എന്ന് പറഞ്ഞ് 2 തരത്തിലുള്ള മോഡലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സാധാരണഗതിയിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ള ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ ഇതിനകത്ത് മോഡുലാർ സ്വിച്ചുകൾക്ക് നിങ്ങൾക്കറിയാം, ഇതിനകത്ത് കുറേ അധികം കളറുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഏത് കളറിലുള്ളത് വേണമെങ്കിലും അവരുടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് കളറിലുള്ളത് വേണമെങ്കിലും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഒരു മീഡിയം റേഞ്ച് സ്വിച്ചുകളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു സ്വിച്ചാണ് ഈ പറയുന്ന ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗോൾഡ് മെഡലിൻ്റെ AIR എന്ന് പറയുന്ന സ്വിച്ച് മോഡ്യൂളുകൾ. ഈ ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന കമ്പനിയുടെ സ്വിച്ചുകൾക്ക് 5-ൽ 4 പോയിൻ്റ് വരെയാണ് റേറ്റിങ്ങിൽ കൊടുക്കുന്നത് സാധാരണഗതിയിൽ. അപ്പോൾ അത്രയും ക്വാളിറ്റി ആ സ്വിച്ചിനുള്ളത് കൊണ്ടാണ് ആ റേറ്റിംഗ് കൊടുക്കാൻ സാധിക്കുന്നതെന്നാണ് ഈ സ്വിച്ചുകളുടെ റേറ്റിങ്ങിനെ കുറിച്ച് പഠനം നടത്തുന്ന ഒരു ഏജൻസിയാണ് ഇതിന് 5-ൽ 4 പോയിൻ്റ് വരെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന സ്വിച്ചാണ് ഹാവൽസ് എന്ന് പറയുന്ന കമ്പനി. ഹാവൽസ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അത് ഇലക്ട്രിക്കലിൻ്റെ എല്ലാ തരത്തിലുള്ള മെറ്റീരിയലുകളും അവർക്കുണ്ട്, വയറുണ്ട്, സ്വിച്ചുണ്ട്, അങ്ങനെ പല സാധനങ്ങളും അവർക്കുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ബേസിലും കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന കമ്പനിയുടെ സെയിം റേറ്റിങ്ങിൽ തന്നെയാണ്, 4 എന്ന് പറയുന്ന റേറ്റിങ്ങിൽ തന്നെയാണ് ഈ പറയുന്ന ഹാവൽസും നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറേ അധികം മോഡലുകളുണ്ട്. 7ഓളം മോഡലുകളുള്ള സ്വിച്ചുകൾ അവർക്ക് അവൈലബിൾ ആണ്. അപ്പം സാധാരണ ഉള്ള പോലെയല്ല, കുറേ അധികം മോഡലുകൾ അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഹാവൽസിനെ നമുക്കറിയാം, ഹാവൽസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ ഒരു ക്വാളിറ്റി, അതിൻ്റെ മെറ്റീരിയലുകൾക്കും അതിൻ്റെ UV റെസിസ്റ്റൻസ് പോലെയുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഷോക്ക് പ്രൂഫ് പോലെയുള്ള പല പ്രയോജനങ്ങളും ആ ഹാവൽസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് അവൈലബിൾ ആവുമെന്നാണ് ഈ പറയുന്ന ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഏജൻസി പറയുന്നത്. ഇവർക്ക് 4 പോയിൻ്റ് വരെ കൊടുക്കാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി അത്രയും ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. അടുത്ത മോഡൽ എന്ന് പറയുന്നത് നമ്മൾ അധികമൊന്നും കേട്ടിട്ടില്ല, PM കോന എന്ന് പറയുന്ന ഒരു മോഡലാണ്. അങ്ങനെ ഒരു കമ്പനി നമ്മൾ അധികം കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. പക്ഷേ എന്നാലും അതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 4 മുതൽ 4.5 വരെയാണ്. അപ്പോൾ അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കാര്യം അതൊരു പോളിമറായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല ഹൈ ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഒരു സ്വിച്ചാണ്. അവർക്ക് കുറച്ചധികം അതുപോലെ തന്നെ പല കമ്പനികൾക്കുള്ള പോലെ തന്നെ മോഡലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ PM കോന എന്ന് പറയുന്ന മോഡൽ സാധാരണഗതിയിൽ ഹൈ റേറ്റിംഗ് ആയിട്ട് വരുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞ് ചെയ്യിക്കാറുണ്ട്. നമ്മുടെ വീടുകളിൽ അങ്ങനെ അധികമായിട്ട് കണ്ടു വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ നല്ല സ്വിച്ചുകളാണ്. ഏറ്റവും നല്ല സ്വിച്ചുകളിൽ പെടുന്ന ഒന്ന് തന്നെയാണ് ഈ പറയുന്ന PM കോന എന്ന് പറയുന്ന സ്വിച്ച്. ആ സ്വിച്ചുകളിൽ ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള, ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള പോളി കാർബണേറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ സ്വിച്ചുകൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫയർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഷോക്ക് പ്രൂഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഹൈ റേഞ്ചിൽ, ഹൈ ക്വാളിറ്റിയിലാണ് അത് ബിൽറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ പറയുന്ന ടെസ്റ്റിംഗ് ഏജൻസികൾ നമുക്ക് തരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒന്നാമത്തെ വോളിയത്തിലാകെ 3 സ്വിച്ചുകളെക്കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ സ്വിച്ചുകൾ കൂടാതെ ഇനി 18 തരം സ്വിച്ചുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ വോളിയമാണിത്. അങ്ങനത്തെ 6 വോളിയത്തിലായിട്ട് നമ്മൾ 18 സ്വിച്ചുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.